ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ചാനൽ സ്റ്റോക്സ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. വൈ മാർവൽ ഈസ് ഡൂയിങ് ക്ലീഷ തിങ്സ്? അതെ, മാർവലിന്റെ കുറച്ച് ക്ലീശ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് വരുന്നത്. കഴിഞ്ഞ കുറെ മൂവീസും കാര്യങ്ങളായിട്ട് മൂവീസ് ആയാലും സീരീസ് ആയാലും എടുത്ത് നോക്കി കഴിഞ്ഞാൽ മാർവലിന്റെ എല്ലാത്തിന്റെ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെയിമാണ്. എല്ലാം സെയിമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെയിമാണ്. പ്രത്യേകിച്ച് വെറൈറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ മാർവലിന്റെ ക്ലേശ കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഷാൻ സ്റ്റോക്സ് എന്ന പേരിൽ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്തേക്കുക. സോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ടേക്ക് ടൈം. സോ വാട്ട് ഈസ് ദ മാർവൽ ക്ലേശ തിങ്സ്? ഞാൻ എന്താണ് മാർവലിനെ ക്ലേശ എന്ന് വിളിച്ചിട്ടുണ്ട്? അതായത് പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ എൻഡ് ഗെയിമിന് ശേഷം മാർവൽ ചത്ത് കിടക്കുകയാണ്. മാർവലിന്റെ ഒരു സ്ഥിരം കണ്ടിന്യൂസ് വാച്ചേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് മാർവലിനെ ഫോളോ ചെയ്യുന്നത് നിർത്തി. മാർവലിന്റെ ഏതൊക്കെ സീരീസ് ഇറങ്ങിയെന്നോ സിനിമാസ് ഇറങ്ങുന്നത് പോലും ഇപ്പൊ പലർക്കും പണ്ടോട്ടെ ഫോളോ ചെയ്ത് വരുന്ന പലർക്കും ഇപ്പൊ മാർവലിന്റെ ഒരു കാര്യം അറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഗെയിമില് അവരുടെ ആ ഒരു OG അവഞ്ചേഴ്സ് എല്ലാം പല വഴിക്കായിട്ട് പിരിഞ്ഞുപോയി. കുറച്ചുപേര് മരിച്ചു, കുറച്ചുപേര് റിട്ടയർഡ് ആയി, കുറച്ചുപേര് വേറെ ടീമിലൊക്കെ ജോയിൻ ചെയ്തു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവഞ്ചേഴ്സ് പോയത്. അതിനുശേഷം മാർവലിന് ഒരു ആശ്വാസം എന്ന് പറയാനായിട്ട് ആകെ ഇറങ്ങിയിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കിയും മൂൺ നൈറ്റും മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമാസ് ലവ് ആൻഡ് തണ്ടർ എന്ന് പറഞ്ഞ സാധനം ഫ്ലോപ്പ്, പിന്നെ ബ്ലാക്ക് വിഡോ ജസ്റ്റ് വൺ ടൈം വാച്ചിന് മാത്രമേ എത്തുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ ഇറങ്ങിയിട്ടുള്ളതിൽ വർക്കാണ്ട ഫോറവർ, അത് കുഴപ്പമില്ല. പിന്നെ ഒട്ടുമിക്ക സീരീസിൽ ലോക്കി മൂൺ നൈറ്റും മാത്രമേ നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഒരു ടൈപ്പ് എന്തിനാ വേണ്ടി മാറ്റി വിട്ടു. പിന്നെ എടുത്ത് പറയാനായിട്ട് കൊള്ളാമെന്ന് തോന്നിയത് എന്നെ പേഴ്സണലി എനിക്ക് കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് കൊള്ളായിരുന്നു, പിന്നെ നോവേ ഹോമും കൊള്ളായിരുന്നു. ഈ രണ്ട് സാധനം അടിപൊളിയായിരുന്നു, എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളതെല്ലാം കണക്കായിട്ട് തന്നെയാണ് പോയത്. പിന്നെ സീരീസിൽ ഇറങ്ങിയാൽ എടുത്ത് പറയാനായിട്ട് അനിമേഷൻ സീരീസ് ആയിട്ടുള്ള വാട്ടിപ്പ് സീസൺ 1 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീസൺ 2 എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വാട്ടിപ്പും അതും കണക്ക്, വാട്ടിപ്പ് 2 കണക്കായിരുന്നു, പക്ഷെ വാട്ടിഫ് 1 അടിപൊളിയായിരുന്നു. ലോക്കി മൂൺ നൈറ്റ് വാട്ടിഫ് ഈ സാധനങ്ങളാണ് ഈ എൻഡ് ഗെയിമിന് ശേഷം അത്യാവശ്യം ഒന്ന് തകർത്ത ഒരു മാർവൽ സിനിമാസും സീരീസ്. അപ്പൊ അങ്ങനെ തൊലഞ്ഞൊന്ന് മാർവൽ തന്നെ മനസ്സിലായ സമയത്താണ് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. കാരണം പഴയ ഓഡിയൻസ് ഒക്കെ പോയി ഒന്ന് കയറി വരണമെന്ന് വിചാരിച്ചാണ് ഡെഡ്പൂളിനെയും വോൾവറൈനെയും തിരിച്ചു കൊണ്ടുവന്ന് മാർവലിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. കാരണം മൾട്ടിവേഴ്സിന്റെ സംഭവങ്ങളാണല്ലോ നടക്കുന്നത്, അതുകൊണ്ട് ഇപ്പൊ മിക്സ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പൊ മിക്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ കൊണ്ട് മിക്സ് ചെയ്തെടുത്തത്. ആ സിനിമ കൂടി അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം റയൻ റെയ്നോൾഡ്സിന്റെ ഡെഡ്പൂളിന്റെ ഒരു സംഭവവും കുറെ നാളായിട്ട് ലോഗൻ എന്ന് പറഞ്ഞ സിനിമയില് വോൾവറൈൻ മരിക്കുന്നുണ്ടല്ലോ, പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഒരു രീതിയിൽ ഇരുന്ന വോൾവറൈനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായ ഡെഡ്പൂളിന്റെ കൂടെ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ കോമിക്സിൽ ഭയങ്കര നല്ല കോംബോയാണ്. മാത്രമല്ല എനിമീസ് ആയിട്ട് പലരും കാണിക്കുന്നുണ്ട്. അപ്പൊ അവര് തിരിച്ചു വന്നപ്പം ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന് പറഞ്ഞ മൂവി നല്ല വിഷയമായിട്ട് ഓടി, എല്ലാവരും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരുന്ന് മാർവൽ വീണ്ടും കയറി വരുന്നു എന്ന് പറഞ്ഞ വിചാരിച്ചിരുന്ന സമയത്ത് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് കൊണ്ടുവന്ന് ഇറക്കി. ഇൻ മൈ ഒപ്പീനിയൻ ഫാൽക്കൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ക്യാപ്റ്റൻ അമേരിക്ക ആവാനായിട്ട് ഓക്കെ, അത് സ്റ്റീവ് റോജേഴ്സ് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണ് സെലക്ട് ചെയ്തത്. ബക്കി ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫ്രണ്ട് അതിനെ ശരിവെക്കുന്നു. ഫാൽക്കൺ ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്, അതിൽ പ്രത്യേകിച്ചതൊന്നുമില്ല. ബട്ട് പുള്ളി പുതിയ അവഞ്ചേഴ്സിന് ഉണ്ടാക്കാൻ നടക്കുന്നു. പുള്ളിക്ക് ആ ഒരു മൂവിയിൽ വില്ലനായിട്ട് വരുന്നത് റെഡ് ഹൾക്കാണ്. അതും മറ്റേ നമ്മുടെ സിവിൽ വാറിൽ എന്താണോ ആ പരിപാടി കാണിച്ചാൽ മറ്റേ സിനോ വന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്ക അവഞ്ചേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാൻ നോക്കുന്നത് അതേപോലെ ഒരു സാധനം പിടിച്ചാണ് ഈ ഒരു ബ്രേവ് ന്യൂ വേൾഡും കൊണ്ടുവന്നത്. ആ ഒരു സെയിം സ്റ്റോറി ലൈനാണ് ഈ ബ്രേവ് ന്യൂ വേൾഡിൽ, അതായത് സിവിൽ വാറിന്റെ ഒരു സെയിം സ്റ്റോറി ലൈനാണ് ബ്രേവ് ന്യൂ വേൾഡിൽ കൊണ്ടുവരുന്നു. റെഡ് ഹൾക്കായിട്ട് മാറുന്നു. റെഡ് ഹൾക്കായിട്ട് മാറിഞ്ഞ് റാംപേജ് കാണിച്ചുകൊണ്ടിരിക്കുന്ന റെഡ് ഹൾക്ക് ലാസ്റ്റ് തിരിച്ച് ബോധം പെണ്ണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മോളെ കാണുമ്പോൾ റെഡ് ഹൾക്കിന് ബോധം വന്നു. പണ്ടേ ഹൾക്ക് സീരീസ് പിന്നെ പണ്ടേ പെണ്ണുങ്ങളെ കണ്ട് കഴിഞ്ഞാൽ മറ്റിങ്ങനെ കടിച്ചു കയറാൻ വന്ന ഹൾക്കൊക്കെ അങ്ങനെ അല്ലെങ്കിൽ മറ്റേ ഐസ് കണക്കായി പോകും. ഹൾക്കിന്റെ പണ്ടേ പെണ്ണുകൂടി ആ ഒരു ടൈപ്പാണ്. ഹൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ അലിഞ്ഞു പോകും. എത്ര ഭയങ്കര ദേഷ്യത്തിരിക്കുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ അലിഞ്ഞു പോകും. അതുകൊണ്ടാണല്ലോ മറ്റേ സിനിമ ഉണ്ടല്ലോ, ഏത് സിനിമയാണ് മറ്റേ നമ്മ തോറിന്റെ കൂടെ വരെ ഇതിൽ പോകുന്നതേ, ഇത് പടവുന്നു
അതിൽ നട്ടാശയുടെ സൗണ്ട് മറ്റേ ക്രിഞ്ചറ്റിൽ വെച്ച് കേൾക്കുമ്പോ ഹൾക്കിന്റെ ഫോമിൽ നിന്ന് ബ്രൂസ് ബാനർ ആയിട്ടുണ്ടാവില്ല. തോന്നുന്ന പെണ്ണുങ്ങളെ സൗണ്ട് കേട്ടാലും മതി. തോന്നുന്നില്ല, ഹൾക്കിന് പിന്നെ പെണ്ണുങ്ങളെ സൗണ്ട് കേട്ടാലും മതി, അരിഞ്ഞു വീഴും. അതേപോലെ തന്നെ മോള് വന്ന് വിളിച്ചപ്പോ ഒരു ഇമോഷണൽ ഡ്രാമ കാണിച്ച് വിളിച്ചപ്പം റാംപേജ് കാണിച്ചുകൊണ്ടിരുന്ന റെഡ് ഹൾക്ക് മനുഷ്യന്റെ രൂപത്തിലായി. അങ്ങനെ മനുഷ്യന്റെ രൂപത്തിലായി അതിൽ അവിടെ ഒരു ഇമോഷണൽ ഡ്രാമയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, ഹൾക്കിന്റെ സാധനം ആയതുകൊണ്ട് നമുക്ക് അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കാരണം ഹൾക്ക് പണ്ടേ കോഴിയാണല്ലോ. പെണ്ണുങ്ങളെ സൗണ്ട് കേട്ടാൽ തന്നെ മതി മറ്റേ റാംപേജ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹൾക്ക് തിരിച്ച് മനുഷ്യനാവും. അതുകൊണ്ടാണല്ലോ മറ്റേ റാഗ്നറോക്കില് നിൽക്കുന്ന ഹൾക്ക് നട്ടാശയുടെ സൗണ്ട് ക്വിൻജെറ്റിന്ന് കേൾക്കുമ്പോൾ തന്നെ പുള്ളിക്കാരായി മറ്റേ അലിൻ ഐസ്ക്രീം കണക്കായി. റാംപേജ് വിടാം, ശരിയാണ്, ഓക്കെ, അത് ഓക്കെയാണ്. നമുക്ക് ഹൾക്കിന്റെ കേസിൽ നമുക്കത് അക്സെപ്റ്റബിൾ ആണ്. ബട്ട് ഇതേ സെയിം സാധനം തണ്ടർ ബോൾസിൽ കൊണ്ടുവരണം. തണ്ടർ ബോൾസിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടർ ബോൾസിന്റെ ഹോൾ സ്റ്റോറി ലൈൻ തന്നെ എങ്ങനെയാണ് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ ഒരു ഗ്ലേഷ്യന് മറ്റേ വിഷമം പറഞ്ഞ് കെട്ടിയിട്ട് ഒരു ബാറ്റ്സ്മാന്റെ അടുത്ത് വിഷമം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. എന്തോ എംറ്റിയാണ് ഭയങ്കരമായിട്ട്. ബ്ലാക്ക് വിഡോ ഭയങ്കര എംറ്റിയാണ് യെലേന എന്ന് പറഞ്ഞ ക്യാരക്ടർ. എന്തിനാണ് ഇത്ര എംറ്റി ഫീൽ ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഭയങ്കര എംറ്റിയാണ്. ചേച്ചി മരിച്ചു പോയാണ്ട് ഭയങ്കര എംറ്റിയാണ്, പാവം. അത് ഈ മറ്റേ സെക്യൂരിറ്റി കെട്ടി വിഷനെ പോയിട്ട് കെട്ടിയിട്ട സെക്യൂരിറ്റിയുടെ അടുത്ത് ഭയങ്കര മാസമാണ് ഈനോട് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ടൈപ്പ് മാസിന്റെ ടൈം കഴിഞ്ഞാടേ ഹോളിവുഡ് മൂവീസിൽ അതൊക്കെ സാധനങ്ങൾ കഴിഞ്ഞ് മാവൽ ഇപ്പോഴും അതി പിടിച്ചോണ്ടിരിക്കുകയാണ്. മാറ്റിക്കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലീഷ്യ കൊണ്ടുവരുന്നു. ഇത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് വിഡോ യെലേന ഒരു മിഷന് പോവുകയാണ്. എന്തിനാണ് ഈ മിഷൻ ചെല്ലുന്ന വെച്ചാൽ ഒരാളെ കൊല്ലാൻ. ബ്ലാക്ക് വിഡോ ചെല്ലുന്ന ഒരാളെ കൊല്ലാൻ. അപ്പൊ ഇയാള് ഈ ബ്ലാക്ക് വിഡോ കൊല്ലാൻ ചെല്ലുന്ന ആള് അവിടെ ചെന്ന് വേറൊരാളെ കൊല്ലാൻ, അയാളെ കൊല്ലാൻ വേറൊരാള്, ഇവരെ കൊല്ലാൻ വന്ന ആളെ കൊല്ലാൻ വേറൊരാള്. ഇങ്ങനെയാണ് അവിടെ ആ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇത് എല്ലാരെയും പറഞ്ഞുവിടുന്ന ഒരാള്. ഇത് എന്തിനാണ് അവിടെ കാണിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. ഒരു ഡോക്യുമെന്റ് എടുക്കാൻ ഒരാളെ പറഞ്ഞുവിടുന്നു. ആ ഡോക്യുമെന്റ് എടുക്കാൻ ചെല്ലുന്ന ആളെ വേറൊരാൾ കൊല്ലാൻ പറ്റുന്നു, അയാളെ വേറൊരാൾ കൊല്ലാൻ പറ്റുന്നു, ഇയാളെ വേറൊരാൾ കൊല്ലാൻ പറ്റുന്നു. ഇതിന് ഡോക്യുമെന്റ് എടുക്കുന്ന ആള് ഈ മറ്റേ ആളിനെ കൊല്ലാൻ. എന്തേലും കുഴപ്പമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനായിട്ട് ഒരാൾ തന്നെ പറഞ്ഞു വിടണം. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അപ്പൊ ഈ പറഞ്ഞു വിടുന്ന ആളിന് തന്നെ അറിഞ്ഞുകൂടായിരുന്നു പുള്ളിക്കാരി എക്സ്പെരിമെന്റ് ചെയ്ത് അവിടെ ഒരു സൂപ്പർ ഹീറോ ഉണ്ടാക്കിയേക്കണം, അതിനകത്താണ് കിടക്കണമെന്ന് പുള്ളിക്കാരിക്ക് ഒരു ബോധവും ഇല്ലാത്തതാണ് കാണിക്കുന്നത്. അല്ലടാ, ഈ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടാക്കിയാണ്. ക്യാപ്റ്റൻ അമേരിക്കക്ക് എങ്ങനെയാണ് സൂപ്പർ ഹീറോ സെറോ ഒക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഒരു കറക്റ്റ് ക്ലാരിഫിക്കേഷനാണ് മാവല് കാണിക്കുന്നത്. ഈ സിൻട്രി എന്ന് പറഞ്ഞ സാധനത്തിനെ കൊണ്ടുവന്ന് ഭയങ്കര ഓപ്പേർഡായിട്ട് കാണിക്കുന്നത്. ഇത് എന്തിനുണ്ടാക്കുന്നു, എന്തിനാണ് ഒരാവശ്യമില്ല. ഒന്നെങ്കിൽ അതിനെ ഹീറോ ആക്കുക, അല്ലെങ്കിൽ അതിനൊരു വില്ലനാക്കുക. ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു സാധനം. ഇതാണ് സിൻട്രി. കോമിക്കിൽ ഭയങ്കര ഓപ്പേർഡാണ്, ശരിയാണ്. കോമിക് ബേസിൽ കൊണ്ടുവരാൻ നോക്കിയാണ്. എന്നാലും ഒരു നല്ല സ്റ്റോറി ലൈൻ കൂട്ടേ. ഇതിലും വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടർ ബോൾസിൽ അവര് ന്യൂ അവഞ്ചേഴ്സ് ആക്കി മാറ്റുന്നു. ഈ എന്താണ് നമ്മുടെ ബ്രേവ് ന്യൂ വേൾഡിലെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക പുതിയ അവഞ്ചേഴ്സിനെ ഉണ്ടാക്കാൻ നടക്കുന്നു. എന്നിട്ട് ഈ തണ്ടർ ബോൾസിനെ അപ്പം ന്യൂ അവഞ്ചേഴ്സ് ആക്കിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ക്യാപ്റ്റൻ അമേരിക്ക അത് അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ, ഒരുമിച്ച് ഇനി കാണുമോ, ഇതൊന്നും ഒന്നും കാണിക്കില്ല. നേരെ കൊണ്ട് ടൈലന്റ് കാണിച്ചേക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടാസ്റ്റിക് ഫോറിന്റെ വരവാണ് അവരെ സാധനമാണ് വരുന്നത്. ഇതിൽ തന്നെ എടുത്ത് പറയേണ്ട വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഓപ്പേർഡായിട്ടുള്ള, അതായത് ഇവരെല്ലാരും, അതായത് ഈ തണ്ടർ ബോൾസ് എന്ന് പറഞ്ഞ ടീം തന്നെ പണ്ട് സൂപ്പർ ഹീറോസിന്റെ വില്ലനായിട്ട് വന്ന ക്യാരക്ടേഴ്സ് ആണ്. അവര് ഈ സൂപ്പർ ഹീറോസ് തന്നെ അവരെ ഫൈറ്റ് ചെയ്യാനായിട്ട് നല്ല സ്ട്രഗിൾ ചെയ്യുന്ന അത്രയും പവേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മറ്റേ ക്യാപ്റ്റൻ അമേരിക്കയുടെ മൂവിയില് ബക്കി വരുന്നൊരു സംഭവം ഉണ്ട്. അന്ന് സ്റ്റീലിന്റെ കൈയാണ്, ഇപ്പൊ വൈബ്രേനിയത്തിന്റെ കൈയാണ് ഇരിക്കണം. എന്നിട്ടും ആലോചിക്കണം, അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലനായിട്ടാണ് വിന്റർ സോൾജറിനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന. അത്ര ഒരു സംഭവം ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ സിൻട്രി എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്നിട്ട് ബക്കി ബാൻസിനെ അല്ലെങ്കിൽ വിന്റർ സോൾജറിനെ ചുമ്മാ വൈബ്രേനിയ കൈയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും മറ്റേതിനെക്കാട്ടിയും ബെറ്റർ ചുമ്മാ എടുത്തെറിയുന്നു. ഭയങ്കര കുറെ ഗ്രൂപ്പ് ഓഫ് കിടിലൻ വില്ലന്മാരായിരുന്ന ആൾക്കാരെയൊക്കെ ചുമ്മാ എടുത്ത് കളയാണ്. എന്ത് ഒരു ഇതും ഇല്ല, ഒരു ലോജിക്കും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ഒരു താല്പര്യം തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു മാതിരി സ്റ്റോറിയിലെ. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ക്ലൈമാക്സ് കൊണ്ട് പിടിച്ചേക്കുന്നത് സെയിം പാറ്റേൺ ആണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ.
അതായത് ഈ സിൻട്രിയുടെ ഡാർക്കസ്റ്റ് സൈഡ്, അതായത് ഒരു വില്ലൻ പോലെ ആവുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു വോയിഡ് കണക്കായി കണ്ണി കാണുന്ന എല്ലാരെയും അപ്രത്യക്ഷമാക്കി മറ്റേ ബ്ലാക്ക് കണക്കാക്കി കളയും. ഇതിൽ ഈ ഇലേനും പെടും. അപ്പം എല്ലാരും എന്ത് ബ്ലാക്ക് ആയി പോകും. ഇപ്പൊ ഈ ബ്ലാക്ക് ആയി പോകുന്ന ആൾക്കാരെ ഒരു പ്രത്യേകത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് ആയി പോയി കഴിഞ്ഞാൽ ഇവന്റെ മൈൻഡിലോട്ടൊക്കെ കണക്ഷൻ വരുന്നു. എന്നിട്ട് ഇവനെ പറഞ്ഞ് നല്ലവനാക്കി അവന്റെ ഉള്ളിൽ നന്മയുണ്ടെന്ന് അവനെ തന്നെ ബോധിപ്പിച്ചിട്ട് തിരിച്ച് ഹീറോ ആക്കി കൊണ്ടുവരും. എന്തിന് ഈ സാധനം ഇല്ലേടെ ബ്രേവ് ന്യൂ വേൾഡിലെ റെഡ് ഹൾക്കിനെ കാണിച്ചത്? ഇതേ സെയിം സാധനം ഇല്ലേ? വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇതിനകത്ത് വന്ന അതിൽ ഈ സെയിം സാധനമാണല്ലോ. ആണ്, അതിൽ ഈ സെയിം സാധനമാണ്. അപ്പോ തണ്ടർ ബോൾട്ട് അവിടെ കഴിഞ്ഞു. ഫണ്ടാസ്റ്റിക് ഫോർ വേറെ രീതിയിൽ പോകുന്ന സാധനമാണ്. ഡൂം സ്റ്റേയിലോട്ട് കൊണ്ടെത്തിക്കുന്ന സാധനമാണ് ഫണ്ടാസ്റ്റിക് ഫോർ. എനിക്കൊന്നും ഇനി ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ട്രെയിലർ കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ ഈ തണ്ടർ ബോൾട്സിന്റെ സിനിമ തന്നെ ഇറക്കിയത്. അതോ ഇനി സിൻട്രി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണോ എന്താണോ എനിക്ക് അറിയത്തില്ല. ഇനി ചിലപ്പം ഡോക്ടർ ഡൂം ഭയങ്കര പവേർഡ് ആയിട്ടുള്ള ഒരു വില്ലൻ ആയതുകൊണ്ട് ഇനി പവേർഡ് ആയിട്ടുള്ള പുതിയ കുറെ ആൾക്കാരെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചാണെന്തോ എനിക്കറിഞ്ഞൂടാ. എന്തായാലും എനിക്കത് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ലോജിക്കില്ലാത്ത കുറെ കാര്യങ്ങൾ മാവല് കാണിച്ചു തരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കഴിഞ്ഞ ശേഷം ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, മാവലിന്റെ കുറെ OG ഫോളോവേഴ്സ്, അതായത് സ്ഥിരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ എൻഡ് ഗെയിമിന് ശേഷം നഷ്ടമായി പോയിട്ടുണ്ട്. കാരണം ഒറിജിനൽ അവഞ്ചേഴ്സ് പോയി, കുറെ ആൾക്കാർ മരിച്ചു, റിട്ടയർഡായി, കുറെ ആൾക്കാർ വേറെ ടീമിൽ കയറി, തോളൊക്കെ ഇപ്പൊ വേറെ ലെവലിൽ നിൽക്കുന്നു, ബൂസ് ബാനർ റിട്ടയർ ആയിട്ട് സാധാരണ ഇതിൽ നിൽക്കുന്നു, ഹാക്ടറി റിട്ടയർഡായി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ അത് വേറെ ലെവലിൽ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇപ്പം അതിന് കുറെ മാവൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറെ പോയ സമയത്താണ് കുറച്ച് സീരീസ് ഇവർ ഇറക്കുന്നത്. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന സമയത്താണ് അതിൽ ഇത്തിരി ഒന്ന് ആൾക്കാർ ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയൺ ഹാർട്ടാണ്. അയൺ ഹാർട്ടിന്റെ കൂടെ തന്നെ ഇറങ്ങിയ ഒരു സാധനമാണ്, ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ ഇറങ്ങുന്ന സാധനമാണ് ഈ മാവൽ സോംബീസ്. അതൊരു അനിമേറ്റഡ് സീരീസ് ആണ്. അതായത് നമ്മളെ വാട്ട് ഇഫ് ഡയറക്ട് ചെയ്ത് റിയാൻ ആൻഡ്രേഴ്സിന്റെ ഡയറക്ഷനിൽ വരുന്ന ഒരു സാധനമാണ് മാവൽ സോംബീസ്. ഈ മാവൽ സോംബീസ് ആയാലും അയൺ ഹാർട്ട് ആയാലും എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ രണ്ടിനും നല്ല വെൽ സ്റ്റോറി ലൈൻ ആണുള്ളത്. ബട്ട് അയൺ ഹാർട്ടിന് ഒരുപാട് ഇതുണ്ട്, ഒരുപാട് കുറ്റം ഉണ്ട്. കാരണം എടുത്ത് പറയേണ്ട സാധനമാണ്. ഈ മാവൽ സോംബീസിന്റെ ആയാലും അയൺ ഹാർട്ടിന്റെ ആയാലും സെപ്പറേറ്റ് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ അതിൽ കാണാം. ഈ ഫസ്റ്റ് തന്നെ മാവൽ സോംബീസ് എന്ന് തുടങ്ങാം. മാവൽ സോംബീസ് ഞാൻ പറഞ്ഞില്ല വാട്ടിപ്പിന്റെ ആളാണ്, റിയാൻ ആൻഡ്രേഴ്സ് ആണ് ഡയറക്ട് ചെയ്യുന്നത്. വാട്ടിഫ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് വാട്ടിഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉള്ളത് പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സെക്കൻഡ് സീസൺ. ഇപ്പൊ ഈ മാവൽ സോംബീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് വേറെ യൂണിവേഴ്സ് ആണ്. ഈ യൂണിവേഴ്സിൽ നമ്മൾ മറ്റേ വാട്ടിഫ് സീസൺ 1 മറ്റേ സോംബി അപ്പോക്കാലിപ്സ് നടക്കുന്ന സ്ഥലത്തുള്ള ഒരു കുപ്പിയിൽ കിടക്കുന്ന ഡോക്ടർ സ്ട്രേഞ്ചും സ്പൈഡർമാനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ യൂണിവേഴ്സിൽ നടക്കുന്ന സംഭവമാണ്. അവരുടെ യൂണിവേഴ്സിന്റെ കഥയാണ് ഈ മാവൽ സോംബീസിൽ എടുത്ത് കാണിക്കുന്നത്. ഒരു സോംബി അപ്പോക്കാലിപ്സ് നടക്കുന്ന ഒരു ഇതിനെ പറ്റിയാണ് കാണിക്കുന്നത്. അതിലും ക്ലൈമാക്സിൽ ഇതേ സെയിം സാധനം, അതായത് ഇമോഷണൽ ഡ്രാമയ്ക്ക് വരും ഇവിടെ അവർ പിടിച്ചിരുന്ന ഡ്രീമാണ്. ക്ലൈമാക്സിൽ എല്ലാവരും ഡ്രീമിലോട്ടായി പോകുന്നു, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഡ്രീമിലോട്ടായി പോകുന്നു. ഇപ്പൊ അയൺ ഹാർട്ടിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അയൺ ഹാർട്ടിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അയൺ ഹാർട്ട് സൂപ്പർ സാധനമാണ്. ഉള്ളത് പറയാലോ, നല്ലൊരു കിടില സ്റ്റോറി ലൈനാണ്, സൂപ്പർ സ്റ്റോറി ലൈനാണ് അയൺ ഹാർട്ടിന്റെ സാധനം. ഒരു വില്ലൻ ഇൻട്രോ, ഒരു സാധനം ഫ്യൂച്ചറിലോട്ടുള്ള സിനിമയിലത്തൊക്കെ കാണിക്കാനായിട്ട് കുറെ ഉള്ള ഒരു സീരീസ് ആണ് അയൺ ഹാർട്ട്. ബട്ട് മാവൽ സോംബീസിൽ 4 എപ്പിസോഡ് ഉണ്ട്. അതിൽ 4ാമത്തെ എപ്പിസോഡ് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത് ഒരു ഡ്രീമിനകത്ത് വിട്ടുപോകുന്നു. പിന്നെ ഇത് ബാക്കി എന്താണ് നടക്കാൻ പോകുന്നത് ഒരു തേങ്ങയും കാണിക്കുന്നില്ല. അയൺ ഹാർട്ടിൽ 6 എപ്പിസോഡ് ഉണ്ട്. 6ാമത്തെ എപ്പിസോഡിൽ ക്ലൈമാക്സിൽ ലാസ്റ്റ് ഇതേപോലെ റോയ് വില്യംസ് ചെന്ന് ഒരു ഡ്രീമിനകത്തായി പോകുന്നു. പിന്നെ എന്തിനു നടക്കൂല, ഒന്നും കാണിക്കുന്നില്ല. രണ്ടിന്റെ സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്, കഥ ഫുള്ള് വെച്ച് പറഞ്ഞ് സെപ്പറേറ്റ് വീഡിയോ എന്തായാലും വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ, കാരണം അത് കുറ്റം പറയാനായിട്ട് തന്നെ ഒരുപാടുണ്ട്, നല്ലതും വേണം ഒരുപാടുണ്ട്. ഇപ്പൊ സെപ്പറേറ്റ് വീഡിയോ രണ്ടിന്റെയും 2 ഇട്ടാലേ പറ്റത്തുള്ളൂ. അയൺമാൻ റീപ്ലേസ് ചെയ്ത് വരുന്ന സാധനമാണ് അയൺ ഹാർട്ട്. സ്റ്റോറി ലൈൻ ഓക്കെയാണ്, ബട്ട് ക്ലൈമാക്സ് ഇതിപ്പോ ഇതിൽ ഞാൻ ഇപ്പൊ ക്ലീഷേ ആണല്ലോ പറയുന്നത്, എന്റെ സ്റ്റോറി ഒക്കെ എടുത്ത് പിന്നെ പറയാം. ക്ലൈമാക്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ സോംബീസിലായാലും അയൺ ഹാർട്ടിലായാലും ഡ്രീമിലായി പോകും. എന്തിനാ ഒരു സംഭവം ഈ രണ്ടിലും കൊടുക്കുന്ന മാർവൽ എന്തോന്നടേ നരൂട്ടോയിലെ മറ്റേ ഇൻഫിനിറ്റ് സുക്കോമി മറ്റേ കോപ്പി റൈറ്റ് പൈസ കൊടുത്ത് കോപ്പി റൈറ്റിന്റെ വല്ല സംഭവം വാങ്ങിച്ചത് എനിക്കറിയാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്.
അതായത് ബ്രേവ് ന്യൂ വേൾഡിലും തണ്ടർ ബോൾട്ടിലും മറ്റേ ഇമോഷണൽ ഡ്രാമ കൊടുത്ത് മൈൻഡ് സംസാരിച്ച് ഒരു ദുഷ്ടനെ നല്ലവനാക്കി കൊണ്ടുവരുന്നു. മാവൽ സോംബീസിലും അതായത് 2 സിനിമയിൽ സെയിം ക്ലൈമാക്സ് കൊണ്ടുവന്നു. മാവൽ സീരീസിലായ സോംബീസിലും അയൺ ഹാർട്ടിലും സെയിം ക്ലൈമാക്സ്. ഡ്രീമിനകത്തായി പോകുന്നു. എല്ലാവരും ഇൻഫിനിറ്റ് സുഖയോമിലായി പോവുകയാണ്. എനിക്കൊന്ന് ഇനി മദാരയായിരിക്കും അടുത്ത വില്ലനായിട്ട് വരുന്ന. ചിലപ്പം മദാരയോ കാഗുയയൊക്കെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇനി അടുത്ത മാവലിൽ. ചിലപ്പം പറയത്തില്ല, വന്നാലായി. കാരണം എല്ലാ യൂണിവേഴ്സിലും എല്ലാ സീരീസിലും ഇൻഫിനിറ്റ് സുഖയോമിയൊക്കെയാണ് നടക്കുന്നത്. ഒന്നില് സിനിമ 2 മറ്റേ സംസാരിച്ച് നരൂട്ടോടെ ടോക്ക് നോ ജുട്സ് പറഞ്ഞ് നല്ലവനൊക്കെ തിരിച്ചുകൊണ്ട് വേറെ 2 മദാര വന്നിട്ട് മറ്റേ ഡ്രീമിലാക്കുന്നു. ഇൻഫിനിറ്റ് സുഖയോഗം. വേറെ കഥയില്ലേ മാർവലിന്? കുറെ കോമിക്സ് ഉണ്ടല്ലോ, കുറെ കഥകളുണ്ടല്ലോ. ഈ എല്ലാത്തിനും ഒന്ന് കൊടുക്കാനാണെങ്കിൽ എല്ലാത്തിനും ഒരെണ്ണം കണ്ടാൽ പോലെ. എന്തിനാണ് പല സീരീസ് ഒക്കെ എടുത്തിട്ട് സെയിം കഥ ഇടുന്നു വീണ്ടും വീണ്ടും ആൾക്കാരെ റിപ്പീറ്റ് ചെയ്ത് കാണണം? എന്തിനാ അതിന്റെ ആവശ്യം തരാം? ഇപ്പൊ ഈ ഇറങ്ങിയ സിനിമകളെ കാട്ടി എന്തുകൊണ്ടും അനിമേറ്റഡ് സീരീസ് ആയ മാവൽ സോംബീസ് കൊള്ളാം. പക്ഷെ വാട്ടിപ്പിനെ വെച്ചൊന്നും കമ്പയർ ചെയ്യരുത്. വാട്ടിപ്പ് ഫസ്റ്റ് സീസൺ വെച്ചൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. കാരണം അത്രയൊന്നും ഇല്ല. ബട്ട് എന്നാലും കാണാൻ കൊള്ളാം, കണ്ടിരിക്കാനേ കൊള്ളാം. ഈ സിനിമകളെ കാട്ടി എന്തുകൊണ്ടും ഇപ്പൊ ഇറങ്ങിയ അനിമേറ്റഡ് സീരീസ് ആയ മാവൽ സോംബീസ് കൊള്ളാം. അയൺ ഹാർട്ട് ഒരുപാട് പേരും കണ്ട് കാണത്തില്ല. കാരണം ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് തന്നെ ഒരു ക്ലിപ്പ് എടുത്തിട്ടിട്ട് നല്ല രീതിക്ക് ഹേറ്റ് വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റാറ്റസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ഇറങ്ങിയതാണ്. ഫസ്റ്റ് ഡയലോഗ് തന്നെ എങ്ങനെയാണ് ടോണി സ്റ്റാർക്ക് ആയത്? കാരണം പുള്ളിക്കാരൻ ബില്ലിനിയർ ആയതുകൊണ്ട് ആ ഒരു ഡയലോഗിൽ തന്നെ തീർന്നു. ആൾക്കാർക്ക് കാണേണ്ടിയിരുന്ന ആൾക്കാർ വരും. അതിന്റെ സാധനം തിന്നെ നോക്കിയില്ല. സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, അത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോ begging you Marvel, please don't do this cliche things. ഓരോന്നിലും ഓരോ കഥ കൊടുറേ. എന്തിനിടെ ഒരു 4-5 സിനിമയും സീരീസും എടുത്തു വെച്ചിട്ട് സെയിം കഥ തന്നെ നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുത്തു അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ പ്ലാൻ റീചാർജ് ചെയ്തൊക്കെ സെയിം കഥകൾ തന്നെ നമ്മൾ എന്തിനാണ് കാണുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. പ്ലീസ് ഡോണ്ട് ഡു ദിസ് ടു അസ് പ്ലീസ്. സോ പറഞ്ഞ കണക്ക് മാവൽ സോംബീസിന്റെയും അയൺ ഹാർട്ടിന്റെ സെപ്പറേറ്റ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോ കാണാനായിട്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിക്കുക. അത് കഴിഞ്ഞ് എന്റെ ഇതേ പേരിൽ തന്നെയുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഷാനുസ്റ്റാർസ് പോയി ഒന്ന് ഫോളോ ചെയ്തേക്കുക. സോ മറ്റൊരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു സിനിമകളെ കുറിച്ച് ഉടനെ അടുത്ത വീഡിയോയിൽ നമ്മൾ മാവൽ സോംബീസും അയൺ ഹാർട്ടും കൊണ്ടുവന്നിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞാണെങ്കിൽ എന്തെല്ലാം നെക്കി ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി വിടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇങ്ങനെ വന്ന് ഈ കസേരയിൽ ഇരിക്കാനായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.